കോർണർ ഫുട്ബോളിലേക്ക് സ്വാഗതം. അപ്പം സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ഘട്ടത്തിലാണ്. കഷ്ടിച്ചൊരു 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ടീമുകളൊക്കെ നെട്ടോട്ടത്തിലാണെന്ന് വേണം പറയാൻ. അതിൽ തന്നെ പ്രീമിയർ ലീഗിലെ ടീമുകൾ അവരുടെ പ്രിഫേർഡ് പൊസിഷന് വേണ്ടി ക്വാളിറ്റിയുള്ള ഒരു സൈനിങ്ങിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അത് തന്നെ കഴിഞ്ഞ ദിവസം ബാഴ്സയുടെ ഭാഗത്തുനിന്ന് ഒരു വാർത്ത കേട്ട് ഫെർമി ലോപ്പസിന്റെ ഏജന്റുമായി ചെൽസി ചർച്ച നടത്തിയതിലുള്ള ഒരു വാർത്ത ഫാബ്രിസോ റൊമാനിയസ് എന്ന് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അതൊരു ഒഫീഷ്യൽ കോൺടാക്ട് അല്ല, ക്ലബ് ടു ക്ലബ് ടോക്ക് അല്ല. ഫെർമി ലോപ്പസിന്റെ തീരുമാനം എന്തെന്നറിയാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ചർച്ച. യഥാർത്ഥത്തിൽ ചെൽസിക്ക് ഇതേപോലെ ഫെർമി ലോപ്പസിനെ സൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ബാഴ്സയുടെ തീരുമാനം, എനിക്ക് തോന്നുന്നു ബാഴ്സ ഒരു 50-50 ചാൻസിലാണ് ഉള്ളത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടു, കസയുടെയും ഫെർമി ലോപ്പസിനെയും സെയിൽ ചെയ്യാൻ പോകുന്ന ഒരു വാർത്ത. അതിനുശേഷം പിന്നെ ഒരു മൂവ്മെന്റുകൾ കണ്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസമാണ് ചെൽസിയുടെ ഭാഗത്തുനിന്ന് ആ ഒരു നീക്കം വന്നത്. അപ്പം ബാഴ്സ ഫെർമി ലോപ്പസിനെ വിൽക്കുമോ? ഒരു ഒരു ചത്ത് കളിക്കുന്ന, ആ ബാഡ്ജിന് വേണ്ടി ചത്ത് കളിക്കുന്ന ഒരു പ്ലെയർ, ഒരു കംപ്ലീറ്റ് ബോളർ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. അദ്ദേഹം യഥാർത്ഥത്തിൽ സെക്കൻഡ് ഹാഫിലൊക്കെയാണ് ബാഴ്സയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിലൂടെ. അങ്ങനത്തെ ഒരു പ്ലെയറിനെ ബാഴ്സ സെയിൽ ചെയ്യുമോ? യഥാർത്ഥത്തിൽ ബാഴ്സയ്ക്ക് ഒരു 50-50 ചാൻസ് ആണുള്ളത്. ഒരു സെയിലിന് അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു CBയും അത്യാവശ്യമുണ്ട്. അതുവഴി ഒരു സെയിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഫെർമി ലോപ്പസ് പോലത്തെ ഒരു ക്വാളിറ്റിയുള്ള ഒരു പ്ലെയറിനെ സെയിൽ ചെയ്യുമോ? ഇപ്പം ഡെയിലി മുണ്ടോ ഡിപ്പോർട്ടീവോ പറയുന്നതനുസരിച്ച് 60 മില്യൺ പൗണ്ട്, 70 മില്യൺ യൂറോസ് ആണ് ഫെർമി ലോപ്പസിന് വേണ്ടി ബാഴ്സ ചോദിക്കുന്നത്. അപ്പം ഫെർമി ലോപ്പസിന്റെ തീരുമാനം, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ക്ലബ്ബ് വിട്ട് മറ്റൊരു ക്ലബിലേക്ക് പോകണമെന്ന്, നല്ലൊരു സാലറി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനം ഓക്കെ ആണെങ്കിൽ ബാഴ്സ സെയിൽ ചെയ്യും. പക്ഷെ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം അറിയിച്ചു. എന്റെ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് ബാഴ്സ തന്നെയായിരിക്കും, ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ മൈൻഡ് ചേഞ്ച് ചെയ്താൽ മാത്രമേ ആ ഒരു ഡീല് നടക്കുകയുള്ളൂ. അപ്പം ഇന്നിപ്പോൾ ഡെയിലി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫ്ലിക്കിന് താല്പര്യമില്ല. ഫ്ലിക്കിന് അദ്ദേഹത്തിന്റെ സ്ക്വാഡിനെ കോംപ്രമൈസ് ചെയ്യാൻ, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. എല്ലാവരും നിലനിർത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പം വരും ദിവസങ്ങൾ അറിയാൻ പറ്റും ആ ഒരു ഡീല് നടക്കുമോ ഇല്ലയോ എന്ന്. അപ്പൊ അതിനോടൊപ്പം തന്നെ ചെൽസിയുടെ മറ്റു 2 കഥകളും പറയാം. കാരണം ചാവി സിമൻസും ഗർണാച്ചയുമാണല്ലോ ചെൽസിയുടെ മറ്റ് നോട്ടപ്പുള്ളികൾ. ഒഫീഷ്യലായിട്ടൊന്നും ഒരു നീക്കങ്ങളൊന്നും വന്നിട്ടില്ല. 2 പേര് പേഴ്സണൽ ഡാമേജ് അംഗീകരിച്ചു. ചാവി സിമൻ കഴിഞ്ഞ ലൈപ്സിങ്ങിന്റെ മാച്ച് സ്കോഡിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഗർണാച്ചോ ഇതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബാധ്യതയാണ്. അപ്പം സൗദിയിൽ നിന്നുള്ള ഓഫറിലൊക്കെ നിരസിച്ചു. ചെൽസിക്ക് വേണ്ടി മാത്രമേ സൈൻ ചെയ്യൂ. ചെൽസിയുടെ ഭാഗത്തുനിന്നും ഗർണാച്ചോയ്ക്ക് വേണ്ടി ഒരു ഒഫീഷ്യൽ നീക്കങ്ങളൊന്നും ഇതുവരെയും നടന്നിട്ടില്ല. ഒരു സ്പെക്കുലേഷനിൽ മാത്രമാണ് തുടരുന്നത്. ചാവി സിമൻസിന് വേണ്ടി അല്പം കൂടെ അഡ്വാൻസ് സ്റ്റേജിലാണെന്ന് വേണം പറയാം. ഇപ്പൊ ചെൽസിക്ക് ഇപ്പം ഗർണാച്ചയും ഒരു ബാധ്യതയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ്, ബാധ്യതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വരും ദിവസങ്ങൾ അതിന്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇനി നമുക്ക് ലിവർപൂളിലോട്ട് പോവുകയാണ്. ലിവർപൂൾ ഇസാക്ക് സാഗ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലിവർപൂളിന്റെ ആ ഏജന്റുമാർ, ഇസാക്കിന്റെ ടീമും ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ആ ഒരു ഓണേഴ്സും തമ്മിലുള്ള ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ചെയർമാൻ യാസർ റുമയ്യാനും അതുപോലെ തന്നെ കോ ഓണർ ജെയ്മി റൂബിയനുമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഇസാക്കിന്റെ ഒരു ടീം പറഞ്ഞത് ഇപ്പം ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല, അദ്ദേഹത്തിന് ലിവർപൂളിന് വേണ്ടി സൈൻ ചെയ്യണമെന്നോ അദ്ദേഹത്തിന് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ന്യൂകാസിൽ യുണൈറ്റഡിന് പിടിച്ചു വയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ന്യൂകാസിൽ യുണൈറ്റഡ് നെട്ടോട്ടം ഓടുകയാണ് ഒരു സൈനിങ്ങിന് വേണ്ടി, പെർഫെക്റ്റ് സ്ട്രൈക്കറിന് വേണ്ടി. കഴിഞ്ഞ ദിവസം വോൾസിന്റെ സ്ട്രൈക്കർ ലാസിന് വേണ്ടി 55 മില്യൺ യൂറോസിന്റെ ഒരു ഓഫർ നൽകി. അത് വോൾസ് നിരസിച്ചു. അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടി 2ാമതൊരു ബിഡിനെങ്കിൽ 3ാമതൊരു ബിഡിന് വേണ്ടി തയ്യാറെടുക്കുന്നു. അതുപോലെ തന്നെ ലാസിന് വേണ്ടി 2ാമത്തെ ഒരു ബിഡിന് വേണ്ടി ന്യൂകാസിൽ യുണൈറ്റഡ് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവന്ന് ഇസാക്കിനെ റിലീസ് ചെയ്യാൻ തന്നെയാണ് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ തീരുമാനം. പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള തീരുമാനം വന്നിട്ടില്ല. ലിവർപൂൾ സമ്മതമാണ്. ലിവർപൂൾ 2ാമത് 130 മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫർ തന്നെ നൽകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പൊ ലിവർപൂളിന്റെ മറ്റു ട്രാൻസ്ഫർ നോക്കുകയാണെങ്കിൽ ലിവർപൂളിന്റെ ഹാർവി എലിറ്റിന് വേണ്ടി ക്രിസ്റ്റൽ പാലസ് രംഗത്ത് വരുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടിസ്മിസ്കാസിന് വേണ്ടി AS റോമ ഒരു നീക്കങ്ങൾ നടത്തുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ മാർക്ക് ഗൂഹിയുടെ ആ ഒരു ഡീല് ലിവർപൂളിന്റെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെന്റുകളും ഇതുവരെയും വന്നിട്ടില്ല. കാരണം പേഴ്സണൽ ഡാമേജ് അംഗീകരിച്ചുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് കേട്ടതാണ്. പക്ഷെ അതിനുശേഷം ലിവർപൂളിന്റെ ഭാഗത്തുനിന്നും ഒരു നീക്കങ്ങളും വന്നിട്ടില്ല. ഇനി നമുക്ക് ആഴ്സണലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആഴ്സണൽ ഇതേപോലെ ഈ ഒരു സമ്മർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള ഒരു സൈന്യം നടത്തിയ ഒരു ടീമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആഴ്സണൽ തന്നെയാണ്. കാരണം മെഡ്വയ്ക്ക്, നോർഗാർഡ്, സുബമെൻഡി, ഗൊയ്ക്കറസ്, ഫൈനലി എബ്രിജ് എസെ, ആ ഒരു ക്വാളിറ്റിയുള്ള പ്ലെയറൊക്കെ ആഴ്സണൽ സൈൻ ചെയ്ത് ഇപ്പൊ ബയൻ ലെവർകൂസന്റെ ടോട്ടനം
സൈൻ ചെയ്യാൻ ശ്രമിച്ച ആ ഒരു പ്ലെയർ പിയറോ ഹെൻകപ്പിനെ ആർസണൽ സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആർസണൽ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പേഴ്സൺ ടൈമൊക്കെ അംഗീകരിച്ചു. ആ ഒരു ഡീലാണ് ഇനി ഇത് ചെയ്യേണ്ടത്, ഫോർവേഡ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഇപ്പം ആർസണലും ചെറിയ ഒരു ഇതിലാണ് ഉള്ളത്. കാരണം ഓൾറെഡി തന്നെ 250 മില്യൺ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. PSR റൂളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു താരത്തിനെ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 താരങ്ങൾ റിലീസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം തന്നെ കീവറിന് വേണ്ടി പോർട്ടോ രംഗത്തുള്ള വാർത്തകൾ ഫാബ്രിസോ റൊമാനിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 25 മില്യനൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു താരങ്ങളെ സിഞ്ചിക്കോ പോലത്തെ താരങ്ങളൊക്കെ റിലീസ് ചെയ്താൽ മാത്രമേ ആ ഒരു സൈൻ നടക്കുകയുള്ളൂ. എങ്കിലും ഡിഫിക്കൽറ്റിയാണ്. PSR റൂളൊക്കെ നോക്കേണ്ടതുണ്ട്. മറ്റൊരു ഓപ്ഷൻ കൂടെ ആർസണൽ നോക്കുന്നുണ്ട്. ഒരു ലോൺ പ്ലസ് ഒരു ബൈ ഒബ്ലിഗേഷൻ ടു ബൈ എന്ന ഡീലിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സൂപ്പർ ടാലന്റിനെയാണ് ആർസണൽ നോട്ടമിട്ടിട്ടുള്ളത്. കാരണം ഈ ഒരു സമ്മർ വിൻഡോയിൽ ഒരു സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് സൈനിങ് നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നു ആർസണൽ തന്നെയാണ്. ഗബ്രിയൽ മെഗലസ് പോലത്തെ ഒരു താരം കൂടിയാണ് ഹെനോ കപ്പിയെ. അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് ബാക്കായിട്ടും CB ആയിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് ടാലന്റ് തന്നെയാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് സൈനിങ് തന്നെയാണ് സ്പേഴ്സ് തോട്ടപ്പെട്ട താരത്തെയാണ് വീണ്ടും ആർസണൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്പേഴ്സിന്റെ കാര്യം കൂടെ പറയണം. സ്പേഴ്സ് ഇതേപോലെ സവിന്നിക്ക് വേണ്ടി 3ാമതൊരു ബിഡിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ മാഗ്നസ് അക്ലിമോവിച്ച് എന്ന് പറയുന്ന മൊണാക്കോയുടെ താരത്തിനെയും കൂടെ ഡബിൾ സൈനിങ്ങിനാണ് സ്പേഴ്സ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പെക്കേറ്റിനെയും കൂടെ സ്പോർട്സ് നോട്ടമിടുന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ടെലിഗ്രാഫൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പോർട്സ് ഇതേപോലെ തന്നെ നോട്ടമിട്ട താരങ്ങളൊക്കെ മറ്റു ടീമുകൾ റാഞ്ചി കൊണ്ട് പോകുന്നുണ്ട്. അപ്പം തോമസ് ഫ്രാങ്ക് ഇപ്പം ക്വാളിറ്റിയുള്ള സൈനിങ് നടത്താൻ തന്നെ ശ്രമിക്കുന്നത്. കാരണം ഓൾറെഡി 2 മാച്ചുകൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രോങ് സ്ക്വാഡിനെ ബിൽഡ് ചെയ്യാൻ തന്നെയാണ് തോമസ് ഫ്രാങ്കിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാവിന്യക്ക് വേണ്ടി മൂന്നാമതൊരു ബിഡിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ്രോപ്പിന്റെ ലാമിൻസിനെ സൈൻ ചെയ്യാൻ വേണ്ടിയുള്ള അവസാന ലാപ്പിലാണ്. പേഴ്സൺ ടൈമൊക്കെ അംഗീകരിച്ചു. 17.3 മില്യന്റെ ഒരു ഓഫർ നൽകി. അത് ആൻഡ്രോപ്പ് നിരസിച്ചു. ആൻഡ്രോപ്പിന് ഇതേപോലെ 20 മില്യൺ പ്ലസ് ആഡ് ഓൺ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീൽ ഉടനെ തന്നെ നടക്കും. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഔട്ട് ഗോയിങ് കൂടെ പറയുന്നല്ലോ. ഔട്ട് ഗോയിങ് ഇതേപോലെ ഹോയ്ലൻഡ് ഇതേപോലെ നാപ്പോളിക്ക് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്ന അവസാന ഘട്ടത്തിലാണുള്ളത്. അതും ഇതേപോലെ ഒരു ലോൺ ഓപ്ഷനാണ്, ലോൺ ഡീലാണ്. ഒരു ഒബ്ലിഗേഷൻ ടു ബൈ ഡീലും വരുന്നുണ്ടാവും. 45 മില്യൺ ആ ഒരു ഡീലിനോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റയൽ ബാറ്റിസിന് വേണ്ടി ആന്റണിക്ക് വേണ്ടി റയൽ ബാറ്റിസ് ഇപ്പം രംഗത്ത് വരുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. അതും ഒരു ലോൺ ഡീലാണ്. അത് എത്ര ഇതിന് ബൈ ചെയ്യും എന്നൊരു ഡീലൊന്നും കൺഫേം ആയിട്ടില്ല, ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം മറ്റൊന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, ഇത്തിഹാദ് ഇതേപോലെ ബ്രൂണോ ഫെർണാണ്ടസിന് വേണ്ടി രംഗത്ത് വന്നത്. ബ്രൂണോ ഫെർണാണ്ടസിന് വേണ്ടി നല്ലൊരു സാലറി നൽകാൻ തയ്യാറെന്ന രീതിക്കാണ് വന്നത്. 30 മില്യൺ വരെ സാലറി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ബ്രൂണോ ഫെർണാണ്ടസിന് ഇപ്പൊ താല്പര്യമില്ല. ഫാബ്രിസോ റൊമാനിയോ പറയുന്നതനുസരിച്ച് 2026 ബ്രൂണോ ചിലപ്പോൾ സൗദിയിൽ ക്ലബിന് വേണ്ടി സൈൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പം കഴിഞ്ഞ കുറച്ച് മണിക്കൂർ മുമ്പാണ് ഫാബ്രിസോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ബ്രൂണോ ഫെർണാണ്ടസ് ഇതേപോലെ ആ ഒരു ഹ്യൂജ് ഓഫറിനോട് ഒരു 50-50 ചാൻസ് ഉണ്ട്. ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓക്കെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അപ്പോൾ 2026 ചിലപ്പോൾ സൗദിക്ക് വേണ്ടി സൈൻ ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നും കേൾക്കുന്നത്. ഗർണാച്ചോയുടെ ഒരു ഡീൽ ഇപ്പോഴും സ്പെക്കുലേഷനിലാണ് തുടരുന്നത്. ചെൽസിയുടെ ഭാഗത്തു നിന്നും ഒരു നീക്കവുമില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ബാധ്യതയായിട്ട് നിലനിൽക്കുകയാണ് ഗർണാച്ചോ. ഇനി നമുക്ക് പ്രീമിയർ ലീഗിൽ തന്നെ മറ്റ് സംഭവങ്ങൾ പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ക്രിസ്റ്റൽ പാലസ് എസ്സേനെ ആ ഒരു ലോസേഴ്സിലേക്ക് ക്രിസ്റ്റൽ പാലസ് ഒരു നല്ലൊരു സൈനിങ് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എർമി പോനോ എന്ന് പറഞ്ഞ വില്ലാറിന്റെ ആ ഒരു വിങ്ങറിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. 30 മില്യനാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡീൽ നടക്കാനുള്ള ഒരു ഫൈനൽ സ്റ്റേജിലാണ്. അതുപോലെ തന്നെ ഹാർവി എലിറ്റിനെ കൊണ്ടുവരാനും ഇതേപോലെ ക്രിസ്റ്റൽ പാലസിന് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ റയലിന്റെ കാര്യം കൂടെ പറയുന്നതല്ലേ. റയലിൽ നിന്ന് ഇതേപോലെ 2 താരങ്ങൾ, ലുക്കാസ് വാസ്കസ് ഫ്രീ ഏജന്റ് ആണ്, കഴിഞ്ഞ ദിവസം ബയർ ലെവർകൂസന് വേണ്ടി സൈൻ ചെയ്തു. 2027 വരെയാണ് ആ ഒരു ഡീല് വരുന്നത്. അതുപോലെ തന്നെ മാർസലിലേക്ക് വേണ്ടി സെബല്ലസ് പുഷ് ചെയ്യുകയാണ്. മാർസൽ ഇതേപോലെ ഒരു ലോൺ ഡീലിന് ശ്രമിക്കുകയാണ്. സെബല്ലസിന് വേണ്ടി 50 മില്യൺ ഒബ്ലിഗേഷൻ ടു ബൈ എന്നൊരു ഇതും വയ്ക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ. പക്ഷെ സെബല്ലസ് പുഷ് ചെയ്യാണ് മാർസലിലേക്ക് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി. അത് ഡീൽ ഉടനെ തന്നെ നടക്കും. അതുപോലെ തന്നെ കോബി മൈനോയുടെ കാര്യം കൂടെ പറയണം. കോബി മൈനോ കഴിഞ്ഞ മാച്ചിലൊന്നും ഇറങ്ങിയില്ല. പുള്ളിയുടെ മുഖഭാവം തന്നെ ആ കൂടെ മാറിയിരുന്നു. ദ അത്ലറ്റിക് പറയുന്ന അനുസരിച്ച് കോബി മൈനോ റയൽ മാഡ്രിഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സെബല്ലസിന്റെ ഒരു പകരക്കാരനായി റയൽ മാഡ്രിഡ് കോബി മൈനോനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്ലറ്റിക് മാഡ്രിഡിനും ഇതേപോലെ ഒരു ഇതുണ്ട്, കൺസിഡറേഷൻ ഉണ്ട് കോബി മൈനോയിൽ. കഴിഞ്ഞ ഒരു സമ്മറിൽ തന്നെ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചെൽസി ശ്രമിച്ചതാണ് കോബി മൈനോയ്ക്ക് വേണ്ടി. അന്ന് നല്ലൊരു തുകയാണ്
മാനേജ്മെന്റ് പറഞ്ഞത്. ഇപ്പം ഈ ഒരു സമ്മറിൽ തന്നെ കോബി മൈനെ വിട്ടു പോകാനുള്ള ഒരു ചാൻസ് നിലനിൽക്കുന്നുണ്ട്. അപ്പം റയൽ മാഡ്രിഡ് ഇതേപോലെ അത്ലറ്റിക്കാണ് പറയുന്നത്, എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല, കൺസിഡർ ചെയ്യുന്നുണ്ട് സാബി. അപ്പോൾ വരും ദിവസം അറിയാൻ പറ്റും. ഇങ്ങനെയാണ് ഒരുപാട് ട്രാൻസ്ഫർ സ്പെക്കുലേഷൻസ്, ട്രാൻസ്ഫർ റൂമറാണ് കേൾക്കുന്നത്. ഈ ഒരു 4 ദിവസത്തിനുള്ളിൽ നല്ല സൈനിങ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നമസ്കാരം.